Hello, welcome to our spoken English class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നമ്മളൊരു ടൈം മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസിയായി ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും. വെറും 2 വാക്കുകൾ യൂസ് ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ, നമ്മുടെ തോന്നലുകൾ നമുക്ക് ഇംഗ്ലീഷിൽ ഈസിയായി പറയുവാൻ സാധിക്കും. ആ 2 വാക്കുകളാണ് ഐ തിങ്ക്. ഐ തിങ്ക്. നമുക്കൊരു സെന്റൻസ് എടുക്കാം. എനിക്ക് തോന്നുന്നു മഴ പെയ്യും. അതെങ്ങനെ ഇംഗ്ലീഷിൽ വരും? ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ. ആർക്കാ തോന്നുന്നത്? എനിക്കല്ലേ. അപ്പം അത് കാരണമാണ് ഐ തിങ്ക്. എനിക്ക് തോന്നുന്നു. ഇനി നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയുക. ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യും. ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. ഭാവിയിൽ പെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. ഭാവിയിലെ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു? വിൽ ആഡ് ചെയ്തു. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ. എനിക്ക് തോന്നുന്നു മഴ പെയ്യും. എനിക്ക് തോന്നുന്നു മഴ പെയ്യില്ല. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു മഴ പെയ്യില്ല. ഇല്ല എന്ന വാക്ക് നോട്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാം. ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് റെയിൻ. ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് റെയിൻ. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യും. നമ്മൾ ഒട്ടും ഷുവർ അല്ല, ചിലപ്പോൾ മഴ പെയ്യും. നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള സെന്റൻസസിൽ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടത്? മൈറ്റ്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് റെയിൻ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യും. ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യില്ല. അതെങ്ങനെ പറയും? ആദ്യം നമുക്ക് തോന്നുന്നു എന്ന് നമ്മൾ പറയണം. ഐ തിങ്ക്. ഇനി നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയാം. ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. എനിക്ക് തോന്നുന്നു അവൾ വരും. എനിക്ക് തോന്നുന്നു അവൾ വരും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ പറയുകയാണ്. ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ്, നിനക്കെന്താ തോന്നുന്നത്? അവൾ വരുമോ? അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു അവൾ വരും. കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലും അവൾ വരും. അതെങ്ങനെ പറയും? ഐ തിങ്ക് ഷീ വിൽ കം. ഐ തിങ്ക് ഷീ വിൽ കം. നമ്മുടെ ഒപ്പീനിയൻ ആയത് കാരണം ആദ്യം ആ 2 വേർഡ്സ് ആദ്യം വെക്കുക. ഐ തിങ്ക്. ഇനി നമ്മുടെ ഒപ്പീനിയൻ പറയുക. ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ച പോലെ സെന്റൻസ് പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടാവണം. 98% സെന്റൻസസും ഇംഗ്ലീഷിൽ ഏത് പാറ്റേണിലാണ് വരുന്നത്? സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ആക്ഷൻ ആണ് വേർബ്.
അതിനുശേഷം വരുന്നതാണ് ഒബ്ജക്റ്റ്. അവൾ വരും എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ ആരാ? അവളല്ലേ. അപ്പൊ ആദ്യം ഷീ, ഇനി വരും എന്ന് പറയുകയാണ്. ഭാവിയിലെ കാര്യമായത് കാരണം വിൽ, ഇനി ആക്ഷൻ പറയുക, കം. ഐ തിങ്ക് ഷീ വിൽ കം. ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് തോന്നുന്നു അവൾ വരില്ല. എനിക്ക് തോന്നുന്നു അവൾ വരില്ല. അതെങ്ങനെ പറയും? I think she will not come. I think she will not come. ഇനി നമുക്ക് അവൾ എന്ന് പറയുന്നതിന് പകരം ഒരു പേര് കൊടുക്കാം. എനിക്ക് തോന്നുന്നു റിയ വരില്ല. അതെങ്ങനെ പറയും? I think Ria will not come. I think Ria will not come. ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് തോന്നുന്നു അവൾ ചിലപ്പോൾ വരും. നമ്മൾ വരില്ല എന്ന് പറയണ്ട, അവൾ ചിലപ്പോൾ വരും. അതെങ്ങനെ പറയും? I think she might come. I think she might come. ഇനി നമ്മൾ പറയുകയാണ് ചിലപ്പോൾ വരുന്ന വിചാരിക്കണ്ട, അവൾ ചിലപ്പോൾ വരില്ല. എനിക്ക് തോന്നുന്നു അവൾ ചിലപ്പോൾ വരില്ല. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? I think she might not come. ചിലപ്പോൾ എന്നതിന് മൈറ്റ് യൂസ് ചെയ്യാം. ഇല്ല എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നോട്ട് യൂസ് ചെയ്യും. അവൾ ചിലപ്പോൾ വരില്ല. അവൾ ഷീ മൈറ്റ് നോട്ട് കം. അവൾ ചിലപ്പോൾ പാടില്ല എന്നാണെങ്കിലോ ഷീ മൈറ്റ് നോട്ട് സിംഗ്. അവൾ ചിലപ്പോൾ വായിക്കില്ല. ഷീ മൈറ്റ് നോട്ട് റീഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു അവൾ ചിലപ്പോൾ വരില്ല. I think she might not come. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫ്രെയിം ചെയ്യുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മളൊരു സെറ്റ് എടുക്കാൻ പോകുന്നത്, നമ്മൾ പറയുകയാണ് എനിക്ക് തോന്നുന്നു അവർ ലേറ്റ് ആണ്. നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണ്. എനിക്ക് തോന്നുന്നു, നമ്മുടെ മനസ്സിലൊരു തോന്നൽ നമ്മൾ പറയുകയാണ്. അവർ ലേറ്റ് ആണ്. അതെങ്ങനെ പറയും? ആദ്യം നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോൾ 2 words I think, അതാദ്യം എപ്പോഴും വെക്കുക. ഇനി നമ്മുടെ ഒപ്പീനിയൻ പറയുക I think they are late. എനിക്ക് തോന്നുന്നു അവർ ലേറ്റ് ആണ്. I think അവർ എന്ന് വന്നപ്പോൾ they വന്നു. They are late. എനിക്ക് തോന്നുന്നു അവൻ ലേറ്റ് ആണ്. I think he is late. ഇനി അവന് നമുക്കൊരു പേര് കൊടുക്കാം. എനിക്ക് തോന്നുന്നു രാഹുൽ ലേറ്റ് ആണ്. അതെങ്ങനെ പറയും? I think രാഹുൽ is late. ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റ് ആണ്. അതെങ്ങനെ പറയും? I think I am late.
ഐ തിങ്ക് ഐ ആം ലേറ്റ്. ഇനി ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ലേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ലേറ്റ് ആണ്. ഐ തിങ്ക് വി ആർ ലേറ്റ്. ഐ തിങ്ക് നമ്മൾ എന്ന് വന്നപ്പോൾ വി വന്നു. വി ആർ ലേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെയാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ ഏർലി എന്ന് വരും. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ആണ്. ഐ തിങ്ക് വി ആർ ഏർലി. എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി നമ്മൾ ആ സെന്റൻസ്. ഐ തിങ്ക് വി ആർ ഏർലി. എനിക്ക് തോന്നുന്നു അവർ നേരത്തെയാണ്. എനിക്ക് തോന്നുന്നു അവർ നേരത്തെയാണ്. അതെങ്ങനെ പറയും? ഐ തിങ്ക് ദേ ആർ ഏർലി. എനിക്ക് തോന്നുന്നു അവൾ നേരത്തെയാണ്. അതെങ്ങനെ പറയും? ഐ തിങ്ക് ഷീ ഇസ് ഏർലി. ഇനി നമുക്ക് അവൾക്കൊരു പേര് കൊടുക്കാം. എനിക്ക് തോന്നുന്നു സ്നേഹ നേരത്തെയാണ്. ഐ തിങ്ക് സ്നേഹ ഇസ് ഏർലി. ഇനി നമ്മൾ വന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെയാണ്. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു എന്ന് എങ്ങനെയാ പറയാ? നമ്മൾ പഠിച്ചില്ലേ? ഐ തിങ്ക്. ഞാൻ നേരത്തെയാണ്. എന്നെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്ത് പറയുക? ഐ ആം. ഇനി കാര്യം പറയുക, നേരത്തെയാണ്. ഐ ആം ഏർലി. ഐ തിങ്ക് ഐ ആം ഏർലി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. അപ്പോൾ ഈ സെന്റൻസസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ സെറ്റാണ്. നമുക്ക് ഡെയിലി യൂസിന് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സെറ്റാണ്. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇത് നല്ലതാണോ എന്ന് നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഈസി ആയിട്ട് അതിന് റിപ്ലൈ കൊടുക്കാലോ. എങ്ങനെ പറയുവാൻ സാധിക്കും? എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ്. ഐ തിങ്ക് ദിസ് ഇസ് നൈസ്. വളരെ നല്ലതാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് വെരി നൈസ്. ആദ്യം നമ്മുടെ ഒപ്പീനിയൻ പറയുന്നത് കാരണം ഐ തിങ്ക് ആഡ് ചെയ്യാം. ഐ തിങ്ക് ഇത് വളരെ നല്ലതാണ്. ദിസ്, ഇത് എന്ന് പറയുമ്പോൾ ദിസ്. ദിസ് ഈസ് വെരി നൈസ്. എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലതാണ്. അത് എന്ന് വരുമ്പോൾ ദാറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി നൈസ്. അത് വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞത് എങ്ങനെ വരും? ഐ തിങ്ക് ദിസ് ഈസ് വെരി നൈസ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നു ഇതെല്ലാം വളരെ നല്ലതാണ്. വളരെ നല്ലത് എന്ന വാക്ക് നമുക്ക് വെരി നൈസിന് പകരം ഓസം എന്നും യൂസ് ചെയ്യാം. AWESOME. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെ പറയണം? ഓസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പറയുകയാണ്,
ഇതെല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ അഭിപ്രായം പോലെ പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം വളരെ നല്ലതാണ്. I think these are awesome. I think these are awesome. എനിക്ക് തോന്നുന്നു അതെല്ലാം വളരെ നല്ലതാണ്. അതെല്ലാം എന്ന് വരുമ്പോൾ ദോസ് വെക്കുക. അപ്പോൾ എങ്ങനെ വരും? I think those are awesome. I think those are awesome. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു അതെല്ലാം എക്സലന്റ് ആണ്. എനിക്ക് തോന്നുന്നു അതെല്ലാം എക്സലന്റ് ആണ്. അതെങ്ങനെ പറയും? I think those are excellent. എനിക്ക് തോന്നുന്നു ഇതെല്ലാം എക്സലന്റ് ആണ്. ഇതെല്ലാം എന്ന് വരുമ്പോൾ these. I think these are excellent. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി നല്ലൊരു ഐഡിയ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഇത് നല്ല ഒരു ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നു ഇത് നല്ല ഒരു ഐഡിയ ആണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? I think this is a good idea. I think, എനിക്ക് തോന്നുന്നു, this is a good idea. ഇനി ആ ഐഡിയ നമുക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷെ വേറൊരു വ്യക്തി നല്ലൊരു ഐഡിയ വേറെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഐഡിയ ആണ്. അത് നമ്മൾ എങ്ങനെ പറയും? I think that is a good idea. I think that is a good idea. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? I think that is a good opportunity. നമ്മുടെ അഭിപ്രായമായത് കാരണം I think എന്ന് വെക്കുക. നമ്മുടെ ആണല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ വെക്കാം. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? That is a good opportunity. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് എന്ന് വന്നപ്പോൾ ദാറ്റ് വന്നു. ഇത് എന്ന് വരുമ്പോൾ ദിസ് വരും. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. I think this is a good opportunity. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫ്രെയിം ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പാറ്റേൺ, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുകയാണ്, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളെ കേൾക്കുന്ന വ്യക്തി ഉറപ്പായിട്ടും ഇത് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു കുട്ടി നന്നായിട്ട് പാടി എന്ന് ആ കുട്ടി വിചാരിക്കുന്നു, പക്ഷെ നമുക്കറിയാം അത്ര നന്നായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നീ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരും? എനിക്ക് തോന്നുന്നു എന്നത് നമ്മൾ പഠിച്ചു, I think. നീ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യണം. You need to practice more. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിന്നെ കുറിച്ച്.
നീ എന്ന് വരുമ്പോൾ യു. ഒരു അത്യാവശ്യ കാര്യം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നീഡ് യൂസ് ചെയ്യും. യു നീഡ് ടു. നമ്മൾ പഠിച്ചു, ഒരു ഡയറക്ഷൻ കാണിക്കാനാണ് ടു യൂസ് ചെയ്യുന്നത്. യു നീഡ് ടു. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് മോർ. ഐ തിങ്ക് യു നീഡ് ടു. ഇനി കാര്യം പറയും. പ്രാക്ടീസ് മോർ. എനിക്ക് തോന്നുന്നു നീ ഒന്നും കൂടെ പഠിക്കണം. എനിക്ക് തോന്നുന്നു നീ ഒന്നും കൂടെ പഠിക്കണം. അതെങ്ങനെ വരും? ഐ തിങ്ക് യു നീഡ് ടു സ്റ്റഡി മോർ. നമ്മൾ ഉപദേശിക്കുകയാണ്. ഐ തിങ്ക് യു നീഡ് ടു സ്റ്റഡി മോർ. എനിക്ക് തോന്നുന്നു അവൻ കുറച്ചും കൂടി പഠിക്കണം. ഐ തിങ്ക് ഹി നീഡ്സ് ടു സ്റ്റഡി മോർ. അവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ, അപ്പോൾ നമ്മൾ നീഡ്സ് എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നീ എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയാണല്ലോ, പക്ഷെ നീഡ് എന്നാണല്ലോ വന്നത്. ഇത് ഇംഗ്ലീഷിലൊരു സ്പെഷ്യൽ കേസാണ്. യു നീഡ്, വി നീഡ്, ഐ നീഡ്, ഹി നീഡ്സ്, ഷീ നീഡ്സ്, ദേ നീഡ്. ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ യൂഷ്വലി നീഡ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അവൻ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഐ തിങ്ക് ഹി നീഡ്സ് ടു പ്രാക്ടീസ് മോർ. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. സീത ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം നമ്മൾ പറയുകയാണ്. എനിക്ക് തോന്നുന്നു സീത ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. I think Sita needs to practice more. I think Sita needs to practice more. എനിക്ക് തോന്നുന്നു രവി ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ പറയും? I think Ravi needs to practice more. I think നമ്മുടെ എന്ത് അഭിപ്രായം പറയുന്നതിന് മുമ്പും ഐ തിങ്ക് ആഡ് ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. ഐ തിങ്ക്. ഇനി നമ്മുടെ അഭിപ്രായം പറയുക. രവി ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം രവിയുടെ പേര് വെക്കുക. രവി. നമ്മൾ ആ കുട്ടി ചെയ്യണം എന്ന് പറയുകയാണ്. നീഡ്സ് ടു. ഇനി ചെയ്യേണ്ട കാര്യം പറയുക. പ്രാക്ടീസ് മോർ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഐ തിങ്ക് വി നീഡ് ടു പ്രാക്ടീസ് മോർ. ഐ തിങ്ക് വി നീഡ് ടു പ്രാക്ടീസ് മോർ. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം. എന്നെക്കുറിച്ച് പറയുമ്പോൾ എന്ത് വരണം? ഐ വരണം. ഇവിടെ ഒരു ആവശ്യം നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണ്. ഐ നീഡ് എന്ന് വരണം. ഐ തിങ്ക് ഐ നീഡ് ടു പ്രാക്ടീസ് മോർ. I think I need to practice more. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യുവാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഈ രീതിയിൽ പറയുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണ്, പക്ഷെ
അതൊരു വാർണിംഗ് പോലെയാണ് നമ്മൾ പറയുന്നത്. ഒരു മുൻകരുതൽ പോലെ നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോകണം. കാരണം ഇപ്പൊ പോയില്ലെങ്കിൽ ലേറ്റാ. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോകണം. I think we should go now. അങ്ങനെ വാർണിംഗ് പോലെ പറയുന്ന സെന്റൻസസിൽ ഷുഡ് യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്, നമ്മൾ ഇപ്പോൾ പോകണം. We should go now. I think we should go. എപ്പോൾ? ഇപ്പോൾ പോകണം എന്നാ പറയുന്നത്. Now. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു അവർ ഇപ്പോൾ പോകണം. അവര് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്, പക്ഷെ അവർ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു അവരിപ്പോൾ പോകണം. അതെങ്ങനെ പറയും? I think they should go now. I think. ആരെ കുറിച്ചാ പറയുന്നത്? അവരെ കുറിച്ചല്ലേ? They should. ഇനി ബാക്കി പറയുക, go now. നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു രാഹുൽ ഇപ്പോൾ പോകണം. അല്ലെങ്കിൽ അവിടെ ലേറ്റ് ആവും. എനിക്ക് തോന്നുന്നു രാഹുൽ ഇപ്പോൾ പോകണം. I think Rahul should go now. I think Rahul should go now. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാർണിംഗ് പറയുവാൻ സാധിക്കും. നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ കുട എടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ കുട എടുക്കണം. അതും ഒരു മുൻകരുതലാണല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് തോന്നുന്നു എന്ന് വരുമ്പോൾ ഐ തിങ്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ കുട എടുക്കണം. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെ കുറിച്ചല്ലേ. വി ഒരു മുൻകരുതലായത് കാരണം എപ്പോഴും എന്താ ആഡ് ചെയ്യുക? ഷുഡ്. എടുക്കണം. ടേക്ക് ആൻ അംബ്രല്ല. I think we should take an umbrella. എനിക്ക് തോന്നുന്നു നമ്മൾ കുട എടുക്കണം. I think we should take an umbrella. ഇനി നമ്മൾ പറയുകയാണ്, ഒരു വ്യക്തി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നീ കുട എടുക്കണം. അപ്പോൾ അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു നീ കുട എടുക്കണം. ആദ്യം എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്. ഇനി ആരെ കുറിച്ചാ പറയുന്നത്? ആ വ്യക്തിയെ കുറിച്ചല്ലേ. യു ഷുഡ്. നമ്മളൊരു വാർണിംഗ് കൊടുക്കുകയാണ്. യു ഷുഡ് ടേക്ക് ആൻ അംബ്രല്ല. ഐ തിങ്ക് യു ഷുഡ് ടേക്ക് ആൻ അംബ്രല്ല. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നീ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. ഒരു വാർണിംഗ് പോലെ നമ്മൾ പറയുകയാണ്. ആ കുട്ടി വെള്ളം തീരെ കുടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുകൊണ്ട് വരും. നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നീ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. അതെങ്ങനെ പറയും? ഐ തിങ്ക് നീ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. നീ എന്ന് വരുമ്പോൾ യു. നമ്മളൊരു വാർണിംഗ് പറയുകയല്ലേ. യു ഷുഡ്. ഇനി നമ്മുടെ വാർണിംഗ് പറയുക, ഡ്രിങ്ക് മോർ വാട്ടർ. ഐ തിങ്ക് യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. എനിക്ക് തോന്നുന്നു നീ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം.
എനിക്ക് തോന്നുന്നു അവൻ കുറച്ചും കൂടി വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ അവൻ വെള്ളം കുടിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ. അവൻ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. ഐ തിങ്ക് ഹീ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഇനി പറയുകയാണ്, നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി വെള്ളം കുടിക്കണം. നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി വെള്ളം കുടിക്കണം. ഐ തിങ്ക് ആരെ കുറിച്ചാ പറയുന്നേ? എന്നെ കുറിച്ചല്ലേ. ഐ ഒരു മുൻകരുതലായത് കാരണം ഷുഡ്. ഇനി ആക്ഷൻ പറയുക. ഡ്രിങ്ക് മോർ വാട്ടർ. ഐ തിങ്ക് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നമുക്ക് സജഷൻ കൂടെ ഷുഡ് യൂസ് ചെയ്ത് പറയുവാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നീ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു എന്ന് വരുമ്പോൾ ഐ തിങ്ക്. ആരെക്കുറിച്ചാ പറയുന്നത്? നിന്നെ കുറിച്ച്. നീ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഐ തിങ്ക് യു ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. I think you should apply for that job. എനിക്ക് തോന്നുന്നു നീ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. I think you should apply for that job. എനിക്ക് തോന്നുന്നു അവൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. I think she should apply for that job. ആ ജോലിക്ക് എന്ന് പറയുന്നതിനാണ് ഫോർ ദാറ്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഐ തിങ്ക് ഷീ ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. എനിക്ക് തോന്നുന്നു പ്രിയ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. പ്രിയയുടെ കാലിബറിന് നന്നായിട്ട് യോജിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിയ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഐ തിങ്ക് പ്രിയ ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഐ തിങ്ക് നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത്, നെക്സ്റ്റ് അവരുടെ പേര് പറയുക. പ്രിയ. സജഷൻ പറയുന്നതുകൊണ്ട് ഷുഡ്. ഇനി നമ്മുടെ സജഷൻ പറയുക. അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. I think Priya should apply for that job. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ന് വന്നപ്പോൾ വി വന്നു. I think we should apply for that job. I think we should apply for that job. എനിക്ക് തോന്നുന്നു അവർ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. അവർ വെറുതെ കറങ്ങി നടന്ന സമയം കളയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണം. അവരെന്ന് വന്നപ്പോൾ ദേ ആഡ് ചെയ്യുക. ഐ തിങ്ക് ദേ ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഐ തിങ്ക് ദേ ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുവാൻ സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും അഭിപ്രായങ്ങൾ പറയുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മുടെ 2 വാക്കുകൾ മാത്രം ഓർത്ത് വയ്ക്കുക. ഐ തിങ്ക്. അപ്പോൾ ഇന്ന് കണ്ട പോലെ ഒരു അത്യാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ സജഷൻസ്, റെക്കമെൻഡേഷൻസ്, ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ പറയുവാൻ സാധിക്കും.
അപ്പോൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയോട് നമുക്ക് റെക്കമെൻഡേഷൻ പോലെ, നമ്മുടെ സജഷൻ പോലെ നമുക്ക് പറയാൻ പറ്റും, ഞാൻ പഠിച്ചു, എനിക്ക് തോന്നുന്നു നീ ഇംഗ്ലീഷ് പഠിക്കണം. ഐ തിങ്ക് യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. ഈ രീതിയിൽ വേറെ വ്യക്തിയോട് നമുക്ക് പറയുവാൻ ഉറപ്പായിട്ടും സാധിക്കും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് and also share and subscribe. So see you in the next class. Have a nice day.